ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പലതരം പ്രശ്നങ്ങളാ. അറബിക്കടലിൽ ചാടി ചാവാന്ന് വിചാരിച്ച്. യോ എന്റെ ദൈവമേ, ശ്വാസം മുട്ടത്തില്ലേ? അല്ല, എന്നാ പിന്നെ ആരോടെങ്കിലും കടം വാങ്ങി വല്ല നഞ്ചോ നാരങ്ങയോ വാങ്ങിച്ച് തിന്നാന്ന് കരുതി. അപ്പോഴും ഒരു പ്രശ്നം. എന്ത് പ്രശ്നം? എനിക്ക് ഇതൊക്കെ തിന്നാലേ മനം പരട്ടും. ബലത്തില് മരിക്കാനൊരു ഉദ്ദേശമില്ല. അയ്യടാ, അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി. നല്ല ഒന്നാം തരം ഒരു ജന്മം ദൈവം എനിക്ക് തന്നു. ആ ദൈവത്തെ നാണം കെടുത്തുന്ന പരിപാടി ഒന്നും ഈ കൊച്ചമ്മണി ചെയ്യത്തില്ല. അല്ല, നിന്റെ കെട്ടിയനെന്തേടി? ഞാൻ എന്റെ കഷ്ടകാലത്തിന് പറ്റ അസുരവിത്ത്. ജോലിക്ക് പോയെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? ഓ, അവനെയും വർമ്മസാറിന്റെ വീട്ടിലേക്ക് നടക്കടിച്ച കാര്യം ഞാനങ്ങ് വിട്ടുപോയി. അളിയൻ വർമ്മസാറിന്റെ പിയെ, പുളിയൻ വർമ്മസാറിന്റെ പെങ്ങടെ പിയെ. ആ, ഈ വീടിന് വേറൊരു വീട്ടുപേരാ ഇടേണ്ടത്. പിയെ ഹൗസ്. നിങ്ങക്ക് എന്തു പറ്റി? ചെവിയില് ചെമ്പരത്തിപ്പൂ വയ്ക്കാറായോ? ചെവിയിൽ രാധമേ, ഞാനിവിടുത്തെ എന്റെ ഓഫീസ് വരെ പോയിട്ട് വരാവേ. എന്തിനാ മോളെ? മാനേജർ സാന്ദ്രയായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്. വേഗം വരില്ലേ? വരും വരും. ആ, താമസിക്കുകയാണെങ്കിൽ വിളിച്ച് പറയില്ലേ? പറയാം രാധമേ. കുഞ്ഞുമോളെ, എന്നെയാണോ വല്യമ്മ വിളിച്ചേ? അതേ മോളെ. കയ്യാലപ്പുറത്ത് കിടന്ന ഉണക്കത്തേങ്ങ മറിയണ മറിച്ചല് കണ്ട? എന്താ വല്യമ്മ, എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനല്ല, അപേക്ഷിക്കാനാണുള്ളത്. അപേക്ഷിക്കണ്ട, പറഞ്ഞാ മതി. അതായത്, കാശ് കയ്യിലില്ലാത്തത് കൊണ്ട് എന്റെ ഒരു അഖിലേന്ത്യാ വിനോദയാത്ര മുടങ്ങിപ്പോയി. വിമാന ടിക്കറ്റിനും ടൂറിനും ഒക്കെ ഇവിടെ കാശ് വേണം. തങ്കമണി മോള് ഈ വല്യമ്മയെ സഹായിക്കണം. അതായത് ക്യാഷ് വേണം. താജ്മഹലിലേക്ക് പോകാനുള്ളതാ. ക്യാഷ് ഞാൻ തരാം. പക്ഷേ അത് വിനോദയാത്രയ്ക്കല്ല, പിന്നെ തീർത്ഥാടനത്തിന് പോവാൻ. ഞാൻ പറയുന്നിടത്തൊക്കെ പോണം. പോവാ. തിരുപ്പതി, കാളഹസ്തി, കാശി, രാമേശ്വരം, മൂകാംബിക, പളനി, ഇവിടേക്ക് പോവോ? പോവാം. ശരി, എന്നാ തയ്യാറായിക്കോ. ഓ, ശരി. പിന്നെ ആ വഴി ഹിമാലയത്തിലേക്ക് കയറിക്കോ. അവിടെ ഇരുന്ന് സമാധിയാകാം. ആ കാശുമായി ഞാനൊരു പോക്ക് പോവും ഗോവയ്ക്ക്. എന്നിട്ട് അടിച്ചു പൊളിച്ച് അവിടെ ഉല്ലസിച്ചിട്ട് കുറച്ച് ഭസ്മമായിട്ട് ഞാൻ തിരികെ വരും. എന്നോടാ കളി. നടന്നത് തന്നെ. അകലേ നോവിനാലേ